പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതേ, വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച പല യാത്രകളിലും വളരെ പ്രതീക്ഷയോടെ ദൈവശബ്ദം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല വിഷയങ്ങൾക്കകത്തും പലവിധമായ പ്രതിസന്ധികളും പലവിധമായ പ്രതികൂലങ്ങളും കൊണ്ടിട്ട് മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ വല്ലാതെ സാഹചര്യ സമ്മർദ്ദങ്ങൾ നമ്മെ വലയ്ക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മളോട് ചില വിഷയങ്ങൾ ഇടപെടാൻ, നമ്മുടെ ആ വിഷയങ്ങളിൽ കർത്താവിന് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിക്കുക. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ മോശെയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. വളരെ പ്രതീക്ഷയോടെ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അടിമച്ചങ്ങല പൊട്ടിച്ച് ദൈവം ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര മുൻപോട്ട് പോകുമ്പോൾ അവരുടെ യാത്രയിൽ ആമിഷ്ടോത്രം ഫറവോന്റെ ശക്തികളെ തകർക്കുന്നത് കണ്ണുകൊണ്ട് കാണുകയും ചെങ്കടൽ വിഭജിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുമ്പോൾ അവർക്ക് നിശ്ചയമായി ഒരു ഉറപ്പുണ്ട്. അവർ ചെന്നെത്തേണ്ട വാഗ്ദത്ത കനാനിൽ കൊണ്ടെത്തിക്കാൻ ദൈവം ശക്തനാണ് എന്ന വളരെ പ്രതീക്ഷയോടും മുൻപോട്ട് മൂവ് ചെയ്യുമ്പോൾ രഫീദീമിലെത്തുന്ന സമഭൂമിയിൽ അതേ വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആമിന് ഇന്നലകളിൽ വെള്ളം കിട്ടി, ഇന്നലകളിൽ ദൈവം അത്ഭുതം ചെയ്തു, അതൊക്കെ മറന്നിട്ടും ആമിഷ്ടോത്രം വെള്ളം കിട്ടാത്ത സാഹചര്യമാണെന്ന് മോശയുടെ നേരെ പിറുപിറുത്തു. എന്നിട്ടും ദൈവം അവരെ കൈവിട്ടില്ല. ദൈവം അവർക്ക് പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് മേത്തരമായ അനുഭവത്തിലേക്ക് നടത്തുവാനിടയായി തീർന്നു. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. 17-ന്റെ 6 പറയുന്നത്, പാറയിൽ നിന്ന് കുടിക്കുവാൻ വെള്ളം പുറപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 17-ന്റെ 8 ഇങ്ങനെയാണ് കാണുന്നത്, രഫീദീമിൽ വെച്ച് അമാലേക്യർ വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ടാകാം. ദൈവശബ്ദം കേട്ടിട്ടല്ലേ ഇറങ്ങിത്തിരിച്ചത്? ദൈവശബ്ദത്തിലല്ലേ നാം ചെവി കൂർപ്പിച്ചത്? പിന്നെ എന്തുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ? പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധികൾ? ഒത്തിരി ആളുകളുടെ ഹൃദയത്തിനകത്തുള്ളൊരു ചോദ്യമാണ്, ദൈവം പറഞ്ഞിട്ടല്ലേ ആ കാര്യങ്ങൾ ചെയ്തത്? ദൈവം സംസാരിച്ചിട്ടല്ലേ സ്തോത്രം ഈ വിഷയങ്ങൾക്കകത്ത് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട് പക്ഷെങ്കിൽ എങ്ങും എത്താതെ വണ്ണം പരാജയപ്പെടുകയും പരാജയം അനുഭവിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് കർത്താവേ, അങ്ങ് ഞങ്ങളെ കൈവിട്ടതാണോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ടാകാം. ഇല്ല പ്രിയപ്പെട്ടവരെ, നാളിതുവരെ സ്തോത്രം ദൈവശബ്ദത്തിന് പുറകെ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിക്കാതെ ദൈവത്തിന്റെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും കരം ഓരോരുത്തരുടെ മേലും ചലിപ്പിച്ചവനാണ് സർവശക്തനായ ദൈവം. ആയതുപോലെ തന്നെ അങ്ങേ വഴിയിൽ ഉപേക്ഷിക്കാതെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കരുത്തുള്ള ഒരു ദൈവത്തിന്റെ കരമാണ് നമ്മുടെ കൂടെ ചലിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്തുകൊണ്ടാണ് വെള്ളം കിട്ടിയിട്ടും ദൈവസന്നിധിയിൽ ചോദിച്ചിട്ടും പിറുപിറുത്തിട്ടും വെള്ളം ലഭിച്ചു, പക്ഷെങ്കിൽ അമാലേക്ക് ശക്തികൾ വീണ്ടും വന്ന് ഞങ്ങളെ ഭ്രമിപ്പിക്കാനും യുദ്ധം ചെയ്യുവാനും വരേണ്ട ആവശ്യം ദൈവത്തിന് അങ്ങയോട് ഇങ്ങനെയുള്ള ചില പ്രതിസന്ധികൾ ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് ഇറങ്ങിത്തിരിച്ചിട്ടും ദൈവശബ്ദത്തിൽ മൂവ് ചെയ്തിട്ടും അങ്ങ് ഉദ്ദേശിക്കാതെ പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ കയറി വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നാളുകളിൽ അമാലേക്ക് ശക്തിയുടെ പേര് പോലും പറയാത്ത നിലയിൽ അവരെ ഭൂമിയിൽ നിന്ന് മായ്ക്കുവാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആ പ്രതിസന്ധിയെ മായ്ച്ചു കളയാൻ ദൈവത്തിന് പദ്ധതികളുള്ളത് കൊണ്ട് ഇന്ന് ആ പ്രതിസന്ധി കയറി വന്നത്. ആ പ്രതിസന്ധി അങ്ങേ തകർക്കത്തില്ലെന്നേ, ആ പ്രതിസന്ധി അങ്ങേ നശിപ്പിച്ചു കളയത്തില്ലെന്നേ, ആ പ്രതിസന്ധി പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ തകരുമെന്നേ. ആകാശത്തിന്റെ കീഴിൽ ആ പ്രതിസന്ധിയെ കുറിച്ച് ഇനിയും ഓർക്കാതെ വണ്ണം മായ്ച്ചു കളയുന്ന ഒരു ദൈവപ്രവൃത്തി ഈ മെസ്സേജ്
മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങയുടെ ലൈഫിനകത്ത്, അങ്ങയുടെ കുടുംബത്തിനകത്ത് ഇത് ചലിക്കുന്നു. കർത്താവിന് മഹത്വം കരയേറ്റുകയാണ്. അതേ രബീദീമിൽ വെച്ച് അമാലേക്ക് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നു. അമാലേക്ക് എന്ന പേരിന്റെ ഒന്ന് രണ്ട് അർത്ഥഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അമാലേക്കിന്റെ അർത്ഥം അക്രമകാരി എന്നാണ്. രണ്ട്, നശിപ്പിക്കുന്നവൻ എന്നാണ്. അതെ, അവരുടെ പേരിന്റെ അർത്ഥമേ ആമേൻ അക്രമം, ആമേൻ ഉള്ളവൻ അക്രമകാരി. രണ്ട്, നശിപ്പിക്കുക എന്നതാണ്. അവരുടെ പ്രധാന എയിം അതാണ്. ദൈവജനത്തെ ആക്രമിക്കുവാൻ, ദൈവജനത്തെ നശിപ്പിക്കുവാൻ ആഞ്ഞെടുത്ത അമാലേക്ക് ശക്തിയുടെ പേര് പോലും മായ്ച്ചു കളയത്തക്ക നിലയിൽ ദൈവത്തിന്റെ പ്രവർത്തന മേഖല ക്ഷമതയുള്ളതാണെങ്കിൽ ഇന്നു പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിനകത്ത്, അങ്ങയുടെ കുടുംബത്തിനകത്ത്, അങ്ങയുടെ ബിസിനസ്സിനകത്ത്, അങ്ങയുടെ ശുശ്രൂഷയ്ക്കകത്ത് ചില അക്രമങ്ങൾ നേരിട്ടത്, അങ്ങയുടെ ശുശ്രൂഷകൾക്കകത്ത്, അങ്ങയുടെ ജീവിതത്തിനകത്ത് ചിലത് നശിപ്പിച്ചു കളയുകയും ചെയ്തത് അങ്ങയുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല. ആമേൻ. അതിന്റെ പേരിനി നാളുകളിൽ കേൾക്കാതെ വണ്ണം മായ്ച്ചു കളയാൻ ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടും പ്ലാൻ ഉള്ളത് കൊണ്ടും അങ്ങ് തകരത്തില്ലെന്നേ. അങ്ങേ തകർക്കാനല്ല ഈ പരീക്ഷണങ്ങൾ, അങ്ങ് ഉടഞ്ഞു പോകാനല്ല ഈ പരീക്ഷണങ്ങൾ, അങ്ങയെ പണിതെടുക്കുവാൻ, അങ്ങേ ഒന്നും കൂടെ ഒന്ന് മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ 17:11 നേതൃത്വത്തിൽ വഹിക്കുന്ന മോശ പറയുന്നു, അതേ യോശുവയെ, നീ അമാലേക്യരോട് യുദ്ധം ചെയ്യണം, ആളുകളെ കൂട്ടി യുദ്ധം ചെയ്യ്. സ്തോത്രം. അവിടെ പറയുന്ന ഒരു ദൈവത്തിൻ്റെ നിയമമുണ്ട്. യുദ്ധത്തിന് മോശയുടെ കരമുയർന്നിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും. അതേ പ്രിയപ്പെട്ടവരെ, അപ്രതീക്ഷിതമായി കയറി വന്ന ചില പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ചില കടക്കണികൾ, തലമുറയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ എന്തിനെന്നറിയാമോ? അങ്ങയുടെ പ്രാർത്ഥന ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നും കൂടെ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് തയ്യാറെടുക്കുവാൻ വേണ്ടി. മോശേ, അങ്ങയുടെ കരം എത്രത്തോളം ഉയർന്നിരിക്കുന്നു അത്രത്തോളം വിജയം നിങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. മോശയുടെ കരമുയർന്നിരിക്കട്ടെ. അവിടെ കാണാൻ കഴിയുന്നത് 17:13 ഇങ്ങനെ വായിക്കുന്നു, അതേ, നശിപ്പിക്കുമെന്ന് പറഞ്ഞവൻ, അക്രമം ചെയ്യുമെന്ന് പറഞ്ഞവൻ. അവിടെ വായിക്കുന്നത് അമാലേക്കരെ തോൽപ്പിക്കുന്ന രസാധാരണമായ കാഴ്ച. ദൈവത്തിന് സ്തോത്രം. 17:15 വായിക്കുന്നു, ആമേൻ, അമാലേക്കിനെ തോൽപ്പിച്ച് ജയം നേടി ഇസ്രായേലിന് വേണ്ടി ആമേൻ മോശ പറയുകയാണ്, യഹോവ എൻ്റെ കൊടി. അതേ പ്രിയപ്പെട്ടവരെ, ചിലരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു. യഹോവ എൻ്റെ കൊടി എന്ന് പറയത്തക്ക നിലയിൽ, യഹോവ എനിക്ക് തുണയെന്ന് പറയത്തക്ക നിലയിൽ ഇന്നലകളിൽ എൻ്റെ നേരെ അടിച്ച, ആർത്തുല്ലസിച്ചു വന്ന ചില തിരമാലകൾ, ചില കടക്കണികൾ, ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ എന്നെ തകർക്കുമെന്നും എൻ്റെ കുടുംബത്തെ തീർക്കുമെന്നും, ചില രോഗബന്ധനമിട്ടിട്ട് ഈ രോഗത്തിനകത്ത് അവസാനിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൈമാറുന്നു. ആമേൻ. യഹോവ എൻ്റെ കൊടിയെന്ന് പറയത്തക്ക നിലയിൽ യഹോവ എൻ്റെ ജയമാണ്. ഒരു കൊടി ഉയർത്തത്തക്ക നിലയിൽ ഒരു വിടുതൽ, ഒരു ദൈവപ്രവൃത്തി അങ്ങയുടെ ലൈഫിൽ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അടങ്ങിയിരിക്കാതെ കർത്താവിന് മഹത്വം കൊടുക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെങ്കിൽ ഇന്ന് ഈ സന്ദേശത്തെ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ വലിയ വിടുതലുകൾ, നിങ്ങളുടെ കുടുംബത്തിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട, അങ്ങയുടെ വ്യക്തിപരമായ ലൈഫിന് നേരെ നാശങ്ങളെ അഴിച്ചുവിട്ട തിരമാലകൾ കടലിൽ ആഞ്ഞടിക്കുന്നത് പോലെ ആഞ്ഞടിച്ച് ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ച തിരമാലകളെ നിർത്തൽ ചെയ്യുന്നത് പോലെ സ്തോത്ര പ്രതിസന്ധികളെ നിർത്തൽ ചെയ്ത് യഹോവ എൻ്റെ കൊടിയെന്ന് പറയത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അങ്ങയുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുമെന്ന് ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാക്കുക. കർത്താവിൻ്റെ മഹത്വം കരയേറ്റുന്നു. അതേ, ചില പ്രതിസന്ധി വന്നത്, ചില പ്രതികൂലം വന്നത് അവരുടെ ഓർമ്മ പോലും ഇല്ലാതാക്കി കളയാൻ അങ്ങയുടെ മുൻപ് വന്നത് അങ്ങയുടെ തകർച്ചയല്ല, അങ്ങയുടെ ഉയർച്ച വെളിപ്പെടുക തന്നെ ചെയ്യും. ആയതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ അക്രമകാരികളായ അമാലേക്കിൻ്റെ ശക്തികൾ, നാശയോഗ്യരായ അമാലേക്കിൻ്റെ ശക്തികൾ വന്നാൽ ഭയപ്പെടരുത്. ദൈവസന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ദൈവം നമ്മുടെ തല ഉയർത്തും. ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപേ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആമേൻ പറയുന്നു. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.